നമസ്കാരം. ഈ കർണാടക സംഗീതത്തിൽ ശ്രുതിഭേദം എന്ന് പറഞ്ഞൊരു അഭ്യാസമുണ്ട്. ശരിക്കും അതിന് ശ്രുതിഭേദം എന്നല്ല പറയേണ്ടത്, ഗൃഹഭേദം എന്നാണ്. ഗൃഹം എന്ന് പറഞ്ഞാൽ അതിൽ പ്രാരംഭ സ്വരം, ആരംഭിക്കുന്ന സ്വരം. ആ ആരംഭിക്കുന്ന സ്വരം എപ്പോഴും ഷഡ്ജമാണല്ലോ കർണാടക സംഗീതത്തിൽ. ഒരു ആരോഹണാവരോഹണത്തിൽ ആദ്യത്തെ സ്വരം, ആ ആദ്യത്തെ സ്വരം ആധാര ഷഡ്ജം അല്ലെങ്കിൽ ടോണിക് നോട്ട്, അതിനെ ഷിഫ്റ്റ് ചെയ്യുക, അതിനെ മാറ്റുക. മോഡൽ ഷിഫ്റ്റ് ഓഫ് ടോണിക് എന്ന് ഇംഗ്ലീഷിലും നമ്മുടെ പഴയ ചരിത്രപരമായി പറയുമ്പോൾ മൂർച്ഛന ചെയ്യുക എന്ന് പറയും. അങ്ങനെയാണ് പഴയ യാഴിലൊക്കെ ഈ എല്ലാ സ്ട്രിങ്സുകളും ഓരോ സ്ട്രിങ്ങിനെ വച്ച് ഓരോ രാഗങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ ആധാര ഷഡ്ജം മാറ്റിയപ്പോഴാണ് പുതിയ പുതിയ രാഗങ്ങൾ ഉണ്ടായതെന്നുള്ള ഒരു ചരിത്രമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗൃഹഭേദത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പം മോഹനം സരിഗ പദ സദപഗരി സ, ഇതിൻ്റെ ഷഡ്ജത്തിനെ നമ്മൾ ഈ ഋഷഭത്തിലേക്ക് ഈ ഷഡ്ജത്തെ മാറ്റിയാൽ, അല്ലെ ഋഷഭത്തിനെ നമ്മൾ ഷഡ്ജമായിട്ട് പുനർനിർണയം ചെയ്താൽ സരി രിഗ പദ സരി രി സദപഗരി, അതേ മോഹനത്തിൽ കൂടെ തന്നെ സഞ്ചരിച്ചാൽ, ആ ഷഡ്ജത്തെ മാറ്റിക്കൊണ്ട് സഞ്ചരിച്ചാൽ നമുക്ക് കിട്ടുന്നത് റി സ സരി മ പ നി സ സ നി പ മ രി സ, മധ്യമാവധി കിട്ടും. അതുപോലെ സരി ഗ ഗ ഗ പ ദ സരി ഗ ഗ രി സ ദ പ ഗ, ഈ ഗായെ നമ്മൾ ഷഡ്ജമാക്കിയാൽ ഗ പ ദ സരി ഗ സ ഗ മ ദ നി സ സ നി ദ മ ഗ സ, ഹിന്ദോളം കിട്ടും. നമുക്ക് ഇങ്ങനെ പാടാനൊക്കെ എളുപ്പമാണ്, പക്ഷേ ഇത് രാഗത്തിൽ പാടി കേൾപ്പിക്കുക അത്ര എളുപ്പമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് ഈ ഫണ്ടമെൻ്റൽ രാഗത്തിലേക്ക് തിരിച്ച് വരണമല്ലോ, അപ്പോഴാണല്ലോ അതിൻ്റെ ഒരു പ്രാഗൽഭ്യം തെളിയുക. അതത്ര എളുപ്പമല്ല, വീട്ടിലേക്കുള്ള തിരിച്ചു പോക്ക് അത്ര എളുപ്പമല്ല. നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ ഞാനതിനുള്ള ശ്രമം നടത്തുകയാണ്. അതായത് മോഹനത്തിൻ്റെ സ രി ഗ എന്നിവയെ മാറ്റിയിട്ട് മോഹനം, മധ്യമാവധി, ഹിന്ദോളം. ഇപ്പോൾ ഈ ചുരുങ്ങിയ സമയത്തിൽ അത്രേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമസ്കാരം.